പിന്നെ ഇൻവൈസറിൻ്റെ FCPയിലൂടെയാണല്ലോ പ്ലേസ്ഡ് ആയതെന്ന്. ബട്ട് ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആക്സെഞ്ചറിലാണല്ലോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് അവിടുത്തെ വർക്കിൻ്റെ? അടുത്ത വർക്കിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഗ്ലോബൽ വർക്ക് കൾച്ചറാണ് നമുക്കുള്ളത്. ലൈക്ക് ആക്സെഞ്ചർ നിങ്ങൾക്ക് അറിയാലോ, ഏകദേശം മോസ്റ്റ് ഓഫ് ദി കൺട്രീസിൽ വർക്ക് ചെയ്യണ ഒരു ഓർഗനൈസേഷനാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു വർക്ക് കൾച്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ക്ലയൻ്റ് ആയിക്കോട്ടെ, മെയിനായിട്ട് ഞാൻ ഡീൽ ചെയ്യുന്ന US ക്ലയൻറ്റുമായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ ഡെഫിനറ്റ്ലി അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി കോർപ്പറേറ്റിലാണല്ലോ, അപ്പോൾ അതിൻ്റെതായ ഒരു സംഭവം ഉണ്ട് അവിടെ, ഒരു സ്റ്റാൻഡേർഡും ഒക്കെ ഉണ്ട്. ഇൻവൈസറിന്റെ FCP എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെയാണല്ലോ നമുക്ക് ഈ ഒരു ജോബ് പ്ലേസ്ഡ് ആയത്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു സ്റ്റഡി എക്സ്പീരിയൻസ്, അവിടുത്തെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അവരുടെ ആ ഒരു പാറ്റേൺ എങ്ങനെയൊക്കെയായിരുന്നു അത്? അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ എന്ത്, പിന്നെ ഇൻവൈസറിൻ്റെ FCPയിലൂടെയാണല്ലോ പ്ലേസ്ഡ് ആയതെന്ന്. ബട്ട് ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ലൈക്ക് ഞാൻ ജസ്റ്റ് ഒരു ജോബ് ചേഞ്ച് മാത്രമേ ചെയ്തോളൂ. എക്സെഞ്ചറിലാണ് കറൻ്റ് വർക്ക് ചെയ്യുന്നത്, അതിന് മുന്നേ ഇൻവൈസറിലായിരുന്നു. ബട്ട് ഇൻവൈസറിന് ഞാൻ പ്ലേസ് ആയിക്കല്ല, ഞാൻ ജസ്റ്റ് ജോബ് ചേഞ്ച് ആയിരുന്നു. കറൻ്റ് ഇൻവൈസറിലും ഞാൻ വർക്ക് ചെയ്യണ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. ഇൻവൈസർ ലൈക്ക് മെയിൻലി കാനഡ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നെ റൺ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇൻവൈസറിൽ ഡെഫിനറ്റ്ലി ഇൻറ്റേൺഷിപ്പാണ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്നതായിരുന്നു. റിയൽ പ്രൊജക്റ്റിൽ കാനഡിയൻ ക്ലയൻറ്റ്സിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എക്സെഞ്ചറിലേക്ക് മാറുമ്പോൾ മെയിനായിട്ട് പുതിയ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ജസ്റ്റ് ഒരു ജോബ് ചേഞ്ച് അത്രേ വന്നിട്ടുള്ളൂ.